ഇറ്റലിക്കാരനായ ഒരു അച്ഛൻ എഴുതിയ പുസ്തകമാണ്. അന്റോണിയോ റോസ്മീനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ പേര് 5 Wounds of the Church. പിന്നീടുള്ള ഒരു നൂറ്റാണ്ടിൽ ക്രൈസ്തവ ലോകത്ത് വളരെയേറെ ചർച്ച ചെയ്തു, അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു. അതിലുള്ള മൂന്നാമത്തെ മുറിവ് അദ്ദേഹം പറയുന്നത് ഇൻസഫിഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഓഫ് ക്ലർജി. ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും പെടും, സമർപ്പിതരും എല്ലാം. ക്ലർജി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇൻസഫിഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഓഫ് ദ ക്ലർജി. നാലാമത്തെ മുറിവ് ഡിസ്യൂണിയൻ എമംഗ് ബിഷപ്സ്. പിന്നെ തുടർന്ന് അൽമായരോട് ബന്ധമില്ലാത്ത മെത്രാന്മാരും വൈദികരും. മറ്റു രണ്ടെണ്ണം ഇറ്റലിയുടെ പശ്ചാത്തലത്തിലുള്ള മെത്രാന്മാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രം ഇടപെടുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ്. ഈ ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ അന്റോണിയോ റോസ്മീനി പറഞ്ഞ ഈ മുറിവുകൾ ഏതാണ്ട് അതേപടിയൊക്കെ ഇന്നും അത് തുടരുന്നുണ്ട്. അന്ന് മുറിവായിരുന്നെങ്കിൽ ഇന്നത് വ്രണമായി കാണും എന്ന് മാത്രമേ എനിക്കതേക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ. അവിടെ അദ്ദേഹം ഉന്നയിച്ച ആ കാര്യം, നമ്മൾ ഇൻസഫിഷ്യൻ്റ് എഡ്യൂക്കേഷൻ, നമ്മൾ ബൈബിൾ പഠിക്കേണ്ടവർ, ദൈവശാസ്ത്രം പഠിക്കേണ്ടവർ, ഈശോയെക്കുറിച്ച് പറയേണ്ടവർ, പഠിപ്പിക്കേണ്ടവർ, ചന്ദ്രനിൽ ആളിനെ എങ്ങനെയാണ് ഇറക്കുന്നത് എന്ന് പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പറഞ്ഞാൽ ആ തരത്തിലുള്ള പഠിപ്പും പ്രാഗൽഭ്യവുമുള്ള ധാരാളം അച്ഛന്മാരും സമർപ്പിതരും എല്ലാം ഉണ്ട്. അവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ട മേഖലയിൽ നിന്ന് വഴിതെറ്റി മാറിപ്പോയി മറ്റെന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മൾ അച്ഛന്മാര് സമർപ്പിതര് എന്താണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ പഠിക്കാണ്ട് മറ്റൊരുപാട് കാര്യങ്ങളിൽ നമുക്ക് സാമർഥ്യമുണ്ട്, അത് പഠിപ്പിച്ച് അതാണ് നമ്മുടെ ദൗത്യമെന്ന് സാധാരണ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ സിമ്പോസിയം എനിക്ക് തോന്നുന്നത് അൽഫോൻസാമ്മയോട് നമ്മൾ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അവർ അനുഭവിച്ച ആ ത്യാഗത്തിൻ്റെ മൂല്യം ഇവിടെ പ്രൊവിൻഷ്യലുമ്മയും സുപ്പീരിയറും ഒക്കെ പറഞ്ഞല്ലോ. ആ രീതിയിലുള്ള പഠനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാനായിട്ട്, സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ സംസാരിക്കാനായിട്ട്, അങ്ങനെ നല്ലൊരു കൂട്ടായ്മ, അത് മെത്രാന്മാരുടേതാണെങ്കിലും വൈദികരുടേതാണെങ്കിലും സമർപ്പിതരുടേതാണെങ്കിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് അതേക്കുറിച്ച് അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കി കൂട്ടായ്മയുടെ ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ സിമ്പോസിയം അല്ലെങ്കിൽ സെമിനാറ് നമുക്ക് നൽകേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ എന്താണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ കൂടുതൽ വായിക്കുക, പഠിക്കുക, ദൈവജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. അതാണ് അൽഫോൻസാമ്മ ചെയ്തത്. വേദപുസ്തകത്തിൽ ഈശോയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാതലായ സഹനം, വേദന, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്.